പരിയാരം മഹാത്മാ ഗ്രാമവികസന സൊസൈറ്റി, മഹാത്മാ എൽഡേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ അങ്കമാലി LF ഹോസ്പിറ്റലുമായി സഹകരിച്ചു മെഗാ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും അവയവ നേത്രദാന ബോധവത്കരണ സെമിനാറും നടത്തി. മഹാത്മാ ക്ലബ്ബ് നേത്രദാന യൂണിറ്റുമായി സഹകരിച്ചു നേത്രദാനം ചെയ്തവരുടെ ബന്ധുക്കളെ ചടങ്ങിൽ ആദരിച്ചു. നേത്രചികിത്സ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പരിയാരം സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ വിൽസൺ എലവത്തിങ്കൽ കൂനൻ നിർവഹിച്ചു. വനിതാദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വനിതകളെയും അങ്കമാലി LF ഹോസ്പിറ്റലിൽ നിന്ന് ക്യാമ്പിൽ സേവനം ചെയ്യുവാൻ എത്തിച്ചേർന്ന എല്ലാ വനിതാ ജീവനക്കാരെയും ഫാദർ വിൽസൺ എലവത്തിങ്കൽ ആദരിച്ചു. അങ്കമാലി LF ഹോസ്പിറ്റലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരള ഐ ബാങ്ക് അസോസിയേഷൻ കേരള കോർഡിനേറ്റർ ജയേഷ് സി പറയിക്കൽ അവയവദാന നേത്രദാന ബോധവൽക്കരണ ക്ലാസ് നൽകി. മഹാത്മാ നേത്രദാന യൂണിറ്റ് വഴി നേത്രദാനം ചെയ്ത വ്യക്തികളുടെ ബന്ധുക്കളെ ആദരിക്കലും അവയവദാന നേത്രദാന സമ്മതപത്രം സ്വീകരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ നിർവഹിച്ചു. മഹാത്മാ ഗ്രാമവികസന സൊസൈറ്റി പ്രസിഡന്റ് തോമസ് തെക്കേക്കര ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചാലക്കുടി അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പുപറമ്പൻ നേത്രദാനം ചെയ്ത വ്യക്തികളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചു. ജനപ്രതിനിധികളായ ഷാജു മാട്ടോന, PP ആഗസ്തി, ഡാളി വർഗീസ്, സിനി ലോനപ്പൻ, ഡാർലി പോൾസൺ, മഹാത്മാ സെക്രട്ടറി KO ജോസ് മാസ്റ്റർ, മഹാത്മാ എൽഡേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് വടക്കൻ, മഹാത്മാ എൽഡേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി OS വിജയൻ, പ്രോഗ്രാം കൺവീനർ ജോയി ചില്ലായി, പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ഡേവീസ് പുന്നേലിപറമ്പൻ എന്നിവർ പ്രസംഗിച്ചു. 160ഓളം ആളുകൾ നേത്രദാന ക്യാമ്പിൽ പങ്കെടുത്തു. ഒരു സഹോദരൻ, അന്ധനായ സഹോദരൻ റോഡിലൂടെ നടക്കുകയായിരുന്നു. റോഡിൽ നടക്കുമ്പോൾ എതിരി വന്ന സഹോദരനുമായിട്ട് പരസ്പരം കൂട്ടിയിടിച്ചു. അപ്പോൾ അന്ധനായ സഹോദരൻ പറഞ്ഞു, സോറി, കണ്ണു കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ മുൻപേ വന്ന സഹോദരൻ പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ വിളക്കുണ്ട്, ആ വിളക്ക് താങ്കൾ കയ്യിലായി തരാം. അപ്പോൾ പകലായാലും രാത്രി ആയാലും കെടുത്തരുത്. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് അറിയാം താങ്കൾക്ക് കണ്ണു കാണൂല, അതുകൊണ്ട് അവർ വഴിമാറിപ്പോഴും അപകടം പറ്റുകയില്ല. അങ്ങനെ വിളക്കം പിടിച്ച് അദ്ദേഹം രാത്രിയും പകലും രാത്രിയും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അപകടങ്ങളൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം നേരത്തെ കണ്ട വിളക്ക് കൊടുത്ത വ്യക്തിയും ഈ അന്ധനായ സഹോദരനും പരസ്പരം കണ്ടുമുട്ടി. വിളക്ക് കൊടുത്ത സഹോദരൻ പറഞ്ഞു, ഞാൻ അന്ന് തന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് കയ്യിലുണ്ടോ? ഉണ്ട്. എവിടെ? വിളക്ക് കാണിച്ചു. ആ വിളക്കിൽ തിരിയുണ്ടോ? തിരിയുണ്ട്. ആ വിളക്കിൽ വെളിച്ചമുണ്ടോ? വെളിച്ചമില്ല. വിളക്കുണ്ട്, വിളക്ക് തിരിയുണ്ട്, ആ തിരിയിൽ പ്രകാശമില്ല. ആ സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ താങ്കൾ വീണ്ടും അപകടത്തിൽ പെടും, അതുകൊണ്ട് ഞാൻ ആ തിരി കത്തിച്ചു തരാം. ഉടനെ ഈ അന്ധനായ സഹോദരൻ പറഞ്ഞു, സഹോദരൻ വേണ്ട, ഞാൻ കുറേ നാളുകൾ ഇത് കൈപിടിച്ച് നടന്നല്ലോ, ആ വെളിച്ചം ഇപ്പോൾ പുറത്തില്ലെങ്കിലും എൻ്റെ ആത്മാവിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു, എൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് കാണാൻ സാധിക്കുന്നു, അതുകൊണ്ട് ഈ വിളക്ക് കത്തിച്ചില്ലേ കുഴപ്പമില്ല. ആ വിളക്ക്, ആ പ്രകാശം എൻ്റെ ആത്മാവിലുണ്ട്. അതാണ് മഹാത്മാ. മഹാത്മാ ക്ലബ്ബിപ്പോൾ ഓരോ വിളക്കും പുറമേ കത്തിക്കുന്നതോടൊപ്പം അകത്തും കത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുറത്തിത്തിരി കാഴ്ച ഭംഗിയാലും അകത്ത് വെളിച്ചവുമായി ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് വ്യക്തികളും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഉൾക്കാഴ്ചയാണ് തീർച്ചയായിട്ടും ഈ ക്ലബ്ബും നടത്തിക്കൊണ്ടിരിക്കുക. അത് പല വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ മേഖലകളിൽ, ആതുര മേഖലകളിൽ, അഗതി മന്ദിരങ്ങളിൽ ആയാലും ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എല്ലായിടത്തും മഹാത്മാ ആത്മാവിൽ ഒരു വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 300-350 പേരുണ്ടായിരുന്നു. ആ 350 പേരുടെ അടുത്തേക്കും ഞാൻ സമ്മതപത്രം എത്തിച്ചു. ഞാൻ സ്റ്റേജിൻ്റെ മുകളിൽ കയറുന്ന ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും സമ്മതപത്രം എഴുതി ഞങ്ങളെ ഏൽപ്പിക്കില്ലെന്ന് വെച്ചപ്പോൾ എല്ലാവരും കൈവക്കി ഏൽപ്പിക്കും, കൈയടിച്ചൊക്കെ ചെയ്യും. ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഒരമ്മ മാത്രം എന്നോട് പറഞ്ഞു, സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുക്കും, ഞാൻ നേത്രങ്ങൾ ദാനം ചെയ്യിപ്പിക്കും, പക്ഷെ എൻ്റെ മാത്രം നേത്രം ദാനം ചെയ്യില്ല.
തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ചെന്നു അമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് അത് നേത്രം ദാനം ചെയ്യില്ല എന്ന് പറഞ്ഞു. മരണശേഷം മാത്രം മതി, എനിക്ക് ജീവനോടെ തരണ്ടെന്നും പറഞ്ഞു. അപ്പോഴും അമ്മ എൻ്റെ കയ്യിൽ നിന്ന് മയക്ക് മേടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തിന് ഓർമ്മ വെച്ച കാലം തുടങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നിമിഷം വരെ ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ തന്നെ അടക്കിപ്പോണം. അപ്പം എനിക്ക് മോളിൽ ചെന്ന് ദൈവത്തിന് കാണാൻ പറ്റും. നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഞാൻ അന്ധവിശ്വാസം എന്നും പറയും, നല്ല വിശ്വാസം എന്ന് പറയും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണ് ആ അമ്മ അങ്ങനെ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞു, ഞാൻ ക്രൈസ്തവനാണ്, ഞാൻ എൻ്റെ ബൈബിളിൽ വിശ്വസിക്കുന്നു. എൻ്റെ ഏത് പാർട്ടാണ് പാപം ചെയ്യുന്നത് അതിപ്പോൾ ചുരന്ന് കളഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ട് മുകളിലേക്ക് പോരെന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോൻ്റെ ക്ലാസ്സൊക്കെ നല്ല സൂപ്പറായിരുന്നു, പക്ഷേ നേത്രദാനം ചെയ്യുന്നത് എല്ലാവരും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. എൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ നടന്നാലും മണ്ണിന് കൊടുക്കില്ല, എൻ്റെ മാത്രം ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും വേണ്ട. നമ്മൾ നേത്രങ്ങൾ ദാനം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സർവീസ് മാത്രമല്ല, നമുക്കൊരു പുണ്യം കൂടിയാണ്. ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയും ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും. ഞാനൊരു 1 ലക്ഷം രൂപ ചോദിച്ചാൽ അമ്മയ്ക്ക് ഇപ്പോൾ തരാൻ പറ്റും? തരാൻ പറ്റില്ല. 1 ലക്ഷം രൂപ നിങ്ങളോട് ചോദിച്ചാൽ എനിക്ക് ഇവിടുത്തെ തരില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുമ്പോൾ 1 കോടിക്ക് തുല്യമാണ് നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മം. അതെല്ലാവരും ഓർമ്മയിലുണ്ടാവണം. 17 വർഷമായിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്